രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ അതിജീവിതയായ യുവതിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച വേറിട്ട നടപടി വലിയ ജനശ്രദ്ധ നേടുന്നു. പരാതിക്കാരി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ച ഹൃദയസ്പർശിയായ വരികൾ മുദ്രണം ചെയ്ത ഒരു കപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകമാണ് ആ കപ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. തന്റെ വേദനകളിലും പോരാട്ടങ്ങളിലും സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ തനിക്കൊപ്പം നിൽക്കുന്നു എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് മേൽ ഭ്രൂണഹത്യക്ക് സമ്മർദ്ദം ചെലുത്തിയെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. തങ്ങളിൽ നിന്ന് ബലമായി വേർപെടുത്തപ്പെട്ട ഈ ഭൂമിയിൽ പിറക്കാതെ പോയ കുഞ്ഞുങ്ങളെ കുറിച്ച് അതിജീവിത പങ്കുവച്ച വൈകാരികമായ പോസ്റ്റിന്റെ അവസാന ഭാഗമായിരുന്നു കപ്പിലെ വാചകം. തന്റെ കുഞ്ഞിനോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തെ സൂചിപ്പിക്കാനാണ് അതിജീവിത ഈ വാക്കുകൾ ഉപയോഗിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ തന്റെ വികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യുവതി വീണ്ടും രംഗത്തെത്തി. ആ കപ്പിലെ ഓരോ വാക്കിനും തന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്നാണ് അവൾ കുറിച്ചത്. ക്രൂരമായ ചതികൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും നടുവിൽ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കരുത്ത് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതിജീവിതയുടെ കുറിപ്പ് ആരംഭിക്കുന്നത്. താൻ നേരിട്ട കടന്നാക്രമണങ്ങളെ കുറിച്ചും സ്വന്തം കുഞ്ഞിനെ തന്നിൽ നിന്ന് ബലമായി പറിച്ചെടുത്തതിനെ കുറിച്ചും അവർ വരികളിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നു. തെറ്റായ ഒരു മനുഷ്യനെ വിശ്വസിച്ചതിനും ആ കുഞ്ഞുങ്ങളുടെ അച്ഛനാകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിനും സ്വർഗത്തിലിരിക്കുന്ന തന്റെ മാലാഖ കുഞ്ഞുങ്ങളോട് അതിജീവിത മാപ്പ് ചോദിക്കുന്നുണ്ട്. ഭയമില്ലാത്ത ആക്രമണങ്ങളില്ലാത്ത ലോകത്ത് അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ആ വരികളിലുള്ളത്. ലോകത്തിന്റെ കണ്ണിനു മുന്നിൽ തന്റെ കണ്ണീർ അദൃശ്യമായേക്കാം. എന്നാൽ ആ കണ്ണീർ സ്വർഗത്തെ തേടുന്നുണ്ടെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളെ താൻ ഒരിക്കലും മറക്കില്ലെന്ന സത്യം അവർ അറിയട്ടെ എന്ന് അതിജീവിത ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ ഏതൊരു കോണിയിലായാലും ആ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിന് വലിയ മൂല്യമുണ്ടെന്നും അമ്മമാർ അവരെ ഹൃദയത്തിലേറ്റുമെന്നും ഉള്ളുപൊള്ളുന്ന വരികളിലൂടെ അവർ ഓർമ്മിപ്പിക്കുന്നു. തന്റെ കുഞ്ഞാറ്റയെ ഈ ലോകത്തോളം സ്നേഹിക്കുന്നു എന്ന വാക്കുകളോടെയാണ് ആ വികാര നിർഭരമായ കുറിപ്പ് അവസാനിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി കേവലം ഒരു രാഷ്ട്രീയ വിവാദമായി ഒതുങ്ങാതെ സ്ത്രീ സുരക്ഷയും നീതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരത്തിൽ ഇരകൾക്കൊപ്പം നിലനിൽക്കുന്നത് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതീകാത്മകമായ ഐക്യദാർഢ്യം അതിജീവിതയ്ക്ക് വലിയൊരളവിൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതോടെ നിരവധി പേരാണ് നീതിക്കായി പോരാടുന്ന യുവതിക്ക് പിന്തുണയുമായി എത്തുന്നത്. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം ഒരു മനുഷ്യജീവന്റെ വിലയും സ്ത്രീയുടെ അന്തസ്സും സംരക്ഷിക്കപ്പെടണമെന്ന ബോധ്യം ഈ സംഭവത്തിലൂടെ ചർച്ചയാകുന്നു. അതിജീവിത നേരിട്ട മാനസിക ആഘാതങ്ങളെയും അവർ അനുഭവിക്കുന്ന ഏകാന്തമായ പോരാട്ടത്തെയും മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തി അംഗീകരിക്കുന്നതിന് തുല്യമാണ്. നിയമ പോരാട്ടങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇരയാക്കപ്പെട്ടവരുടെ വൈകാരികമായ അവസ്ഥയെ പരിഗണിക്കുക എന്നത് സാമൂഹികമായ ഒരു ഉത്തരവാദിത്തമാണ്. നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ലെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും തനിക്ക് നേരിട്ട കൊടിയ വഞ്ചനയ്ക്കും ക്രൂരതയ്ക്കുമെതിരെ ശബ്ദമുയർത്തിയ ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിലും ഭരണ സംവിധാനത്തിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. തളരാതെ മുന്നോട്ടു പോകാൻ ഈ ഐക്യദാർഢ്യം അതിജീവിതയ്ക്ക് കരുത്തേകുമെന്നതും തീർച്ചയാണ്.